ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തുടരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ മൂന്നാമത്തെ ലെറ്ററായ സിയെ കുറിച്ചാണ്. എയും ബിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ലെറ്റർ സി പ്രൊണൗൺസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ സി എന്ന ലെറ്റർ കെ എന്ന ലെറ്ററായി പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. അത് ഒരു ലെറ്ററിൻ്റെ ഇനീഷ്യൽ ആദ്യത്തിൽ വരുമ്പോൾ ചിലപ്പോൾ കെ എന്ന സൗണ്ടിൽ ഉച്ചരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. കപ്പ്, നമ്മൾ ചായ ഉപയോഗിക്കുന്ന അതേ കപ്പ്, അവിടെ ഒരിക്കലും സപ്പ് എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. അതുപോലെ ക്രിസ്പി നമുക്കറിയാം, അതേ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ, സാധാ ക്യാമറ. കാം എന്ന് പറഞ്ഞാൽ ശാന്തമായ എന്നർത്ഥം. അവിടെ എല്ല് പ്രൊണൗൺസ് ചെയ്യില്ല, ശേഷം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ക്യാൻസർ, അത് രോഗമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ക്യാപിറ്റൽ തുടങ്ങിയ വാക്കുകളിലെല്ലാം ആദ്യത്തിൽ സി വരുമ്പോൾ അവിടെ കെ ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇനി ലെറ്റർ സി വേർഡിൻ്റെ മിഡിൽ ഭാഗത്ത്, മധ്യഭാഗത്ത് വരുമ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ലോക്കൽ, അങ്കിൾ, ലക്കി, ക്രിക്കറ്റ്, ഫോക്കസ് തുടങ്ങിയ വാക്കുകളെല്ലാം ലെറ്റർ കെ എന്ന സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്യാറുള്ളത് ഒരു വേർഡിൻ്റെ സെൻട്രൽ വരുമ്പോൾ. ഇനി നമുക്ക് ഒരു വേർഡിൻ്റെ അവസാനത്തിൽ കെ എന്ന സൗണ്ട് നമുക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ബാഗ്, മ്യൂസിക്, മാക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. വിൻഡോസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മാക് OS നമുക്കറിയാം. നെക്സ്റ്റ് പാക്ക്, സാധാ പാക്കിംഗ് എന്നൊക്കെ പറയുന്ന അതേ പാക്ക് തന്നെ. ഇത്രയും വേർഡ്സുകളുടെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും സി എന്ന ലെറ്റർ ഇവിടെ കെ എന്ന സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ സി എന്നത് എസിൻ്റെ ഇസ് എന്നുള്ള സൗണ്ട് പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈക്കിൾ, സാധാ സൈക്കിൾ തന്നെ. സെഞ്ചുറി, സിഗരറ്റ്, സിറ്റി, ഫേസ്, പോലീസ്, മൈസ്, ചാൻസ്, ഫെൻസ്. ഇത്രയും വാക്കുകളിലെല്ലാം സി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നത് എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ടാണ്. ഇവിടെ ഒരിക്കലും നമ്മൾ കെ പ്രൊണൗൺസ് ചെയ്യാൻ പാടില്ല. ഇവ തമ്മിലുള്ള ഡീവിയേഷൻസ് നമുക്ക് ശേഷം പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാനുള്ള കാരണമെന്ന് നമ്മൾ ശേഷം പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓഫീസ്, നമുക്കറിയുന്ന വേർഡുകളാണ്, സിമ്പിൾ വേർഡുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. ഇനി ചില സന്ദർഭങ്ങളിൽ സി ച്ച് എന്നുള്ള സൗണ്ട് പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വേർഡിൻ്റെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുന്ന ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൈക്ക് ചൂസ്, കിച്ചൺ, ആർട്സ്, ബീച്ച്, ബെഞ്ച്, ക്ലച്ച്, ചെറി, ചീപ്പ്, ചേർച്ച് തുടങ്ങിയ വാക്കുകളിലെല്ലാം ച് എന്നുള്ള സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഷ് എന്നുള്ള സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. അതും തന്നെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുന്ന സൗണ്ടിൻ്റെ വേർഡ്സുകൾ നമുക്ക് പഠിക്കാം.
മഷീൻ, നോട്ട് മക്കീൻ. അവിടെ ഒരിക്കലും ക എന്നല്ല ഷ് എന്നുള്ള സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. മഷീൻ. ഓഷ്യൻ. ഷെഫ്. പല ആളുകളും തെറ്റായി പ്രൊണൗൺസ് ചെയ്യുന്നൊരു വാക്കാണ് ചെഫ്. നോ, ഷെഫ്. ഷ് എന്നുള്ള സൗണ്ടാണ് അവിടെ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. അടുത്തത് നമ്മൾ പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് പാരച്യൂട്ട്. അത് തെറ്റാണ്. പാരഷൂട്ട് എന്നാണ്. ഷ് എന്നുള്ള സൗണ്ടാണ് അവിടെ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലെറ്റർ സിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ലെറ്റർ ഡിയുമായി കൂടുതൽ വൈകാതെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സീ ബൈ.